കോഴിക്കോട് വലിയങ്ങാടിയിൽ എല്ലാ ഞായറാഴ്ചയും രാവിലെ കാണുന്ന വളരെ മനോഹരമായ ഒരു കാഴ്ച കാണിച്ചു തരാം കേട്ടോ. കോഴിക്കോടുകാരുടെ നല്ല മനസ്സിൻ്റെയും സ്നേഹത്തിൻ്റെയൊക്കെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടത്. ഈ ആളുകൾ കാത്തിരിക്കുന്നത് ഈ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനാണ്. കോഴിക്കോട് വലിയങ്ങാടിയിൽ ചില ആളുകൾ പൊതുപ്രവർത്തകർ 2015 തുടങ്ങിയ ഒരു സംരംഭം. എല്ലാ ഞായറാഴ്ചയും രാവിലെ സൗജന്യമായിട്ട് ഹെവി ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ ആയിട്ട് ആളുകൾക്ക് വിതരണം ചെയ്യുകയാണ്. ഇവിടെ വരുന്ന എല്ലാവർക്കും കൊടുക്കും. അത് യാചകരുണ്ട്, അതിൽ സാധാരണക്കാരായ ആളുകളുണ്ട്, മറ്റ് യാത്രക്കാരുണ്ട്, അവരുണ്ട്. ഇവർക്കൊക്കെ നല്ല ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുകയാണ്. അത് കോവിഡ് കാലത്ത് ഇത് നിന്നുപോയി. 2015 തുടങ്ങി. കോവിഡ് കാലത്ത് നിന്നുപോയി. പിന്നെ ഈ റിയാസ് കളിയത്താണ് അത് വീണ്ടും തുടങ്ങാനുള്ള ഒരു പ്രചോദനമായത്. അതിനുശേഷം പിന്നെ പല സ്പോൺസർമാരും വന്നു. ഇന്നിപ്പോൾ ഇവിടെ നടക്കുന്നത് ഈ നൗഫൽ, വിക്ടറി നൗഫൽ, ഈ പ്രവാസ ലോകത്ത് ഒരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കുടിയിരിക്കലാണെന്ന്. അപ്പോൾ അതിൻ്റെ ഒരു പാർട്ടി അദ്ദേഹം ഇന്ന് ഇവിടെ ഈ ആളുകൾക്ക് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരുപാട് സ്പോൺസർമാർ ഇപ്പോൾ ഉണ്ട്. എല്ലാം ഞായറാഴ്ചയാണ്. ഇത് വർഷങ്ങൾക്ക് മുമ്പ് നടന്നുകൊണ്ടിരിക്കുന്നതായിരുന്നു. ഒരു പറ്റം ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ചാരിറ്റി മൈൻഡ് സെറ്റുള്ള ആളുകൾ ചേർന്നിട്ട് കോവിഡ് ടൈമിൽ ഒന്ന് നിന്നുപോയി. പിന്നീട് കോവിഡ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞങ്ങളൊന്ന് വേറൊരു കാര്യത്തിന് വേണ്ടി കൂടിയപ്പോൾ അത് രണ്ടാമത് തുടങ്ങിയപ്പോൾ ഒരു ബാനറോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ സൺഡേ ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള പേരിൽ തുടങ്ങി. 11ഓളം ആളുകൾ അതിരാവിലെ വന്ന് എല്ലാം അറേഞ്ച് ചെയ്യും. ഒരുവിധം എല്ലാ ഫുഡും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് നമ്മുടെ ഒരു ഫംഗ്ഷൻ വീട്ടിൽ നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഓഡിറ്റോറിയത്തിൽ നടക്കുമ്പോഴോ എങ്ങനെയാണോ അതുപോലെ ബുഫേ സെറ്റിങ്ങിൽ ആളുകളെ ഇരുത്തിയാണ് കൊടുക്കുന്നത്. ചില സമയങ്ങളിൽ തുടങ്ങിയപ്പോൾ 50-75ഓളം ആളുകൾ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ 300-350ഓളം ആളുകൾ എല്ലാ ആഴ്ചകളും വരുന്നുണ്ട്. ഒരു 10ഓളം വിഭവങ്ങൾ ഉണ്ടാവാറുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ചില സമയങ്ങളിൽ. 2015 മുതൽ ഇവിടെയുള്ള ഈ തെരുവിലുള്ള അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകൾക്ക് ഒരു ഭക്ഷണം മരുന്ന് കൊടുക്കാവുന്ന രീതിയിൽ തുടങ്ങിയൊരു സംരംഭമാണ്. ഈ സംരംഭത്തിന് നമ്മളങ്ങനെ ചെയ്തുകൊണ്ട് പോന്ന്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കൊറോണ വന്നപ്പോൾ നിന്ന സമയത്ത് രണ്ടാമതും സ്റ്റാർട്ട് ചെയ്യണം, കൊറോണ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മളെ റിയാസ് ഇതേപോലെ നമ്മളോട് പറഞ്ഞു, നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. എന്നോട് ഗിരീഷേട്ടനോട് പറഞ്ഞു, നിങ്ങൾ തുടങ്ങി. അത് പറഞ്ഞാൽ അങ്ങനെ നമ്മൾ രണ്ടാമത് തുടങ്ങി. അപ്പോൾ റിയാസ് പിന്നെ അവനിൽ നിന്ന് തന്നെ എല്ലാ ചിലവും എടുത്തിരുന്നത്. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇങ്ങനെ യൂട്യൂബിലും ഒക്കെ ആൾക്കാർ വരാൻ തുടങ്ങിയപ്പോൾ അറിഞ്ഞ ആൾക്കാർ വരാൻ ഓരോരോ സ്പോൺസർമാർ ഓരോരുത്തരുണ്ട്. ഇപ്പോൾ ഞങ്ങൾ രാവിലെ ഇതെല്ലാ സാധനങ്ങളും ഓരോ വീടുകളിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരിക ചെയ്യുക. സ്പോൺസറായി ചെയ്യുന്ന ആളുകൾക്ക് ഈ സാധനം വാങ്ങിക്കുന്ന പൈസ മാത്രം തന്നാൽ മതി. 11 ആൾക്കാർ സ്ഥിരമായിട്ട് വരും. പേരില്ല, സംഘടന ഇല്ല, ജാതി ഇല്ല, മതമില്ല, ബാനറില്ല, ഒന്നുമില്ല. തെരുവിൻ്റെ മക്കൾ എന്നുള്ള നേരത്തെ